ചോദ്യം നമ്പർ 123 ശ്രീ M. മണി, ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, സംസ്ഥാനത്തെ തോട്ടം, മത്സ്യ, കയർ മേഖലയിലെ തൊഴിലാളികൾക്കായി 2023-24 സാമ്പത്തിക വർഷം മുതൽ പ്രത്യേക ഡയറി പാക്കേജുകൾ ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ക്ഷീരലയം എന്ന പദ്ധതിക്കായി 44 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. 80% സബ്സിഡിയോടുകൂടി അനുവദിക്കുന്ന ഈ പദ്ധതിയിൽ പശു, കാലിത്തൊഴുത്ത്, ഡയറി ഫാമിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ, അത് തീറ്റപ്പുൽ കൃഷി, കാലിത്തീറ്റ എന്നിങ്ങനെ വിവിധ ഘടക പദ്ധതികൾക്കായിട്ട് ധനസഹായം നൽകുന്നത്. തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്കായി പ്രത്യേകം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ അടുത്തുള്ള ലയങ്ങളിൽ ഉൾപ്പെട്ടതും പശു വളർത്തലിൽ താല്പര്യവുമുള്ള 10 കർഷകരെ കണ്ടെത്തി ഒരു കമ്മ്യൂണിറ്റി കാലിത്തൊഴുത്ത് നിർമ്മിച്ച് ആയതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ ലയത്തിലും ആകെ ചെലവഴിക്കുന്ന അടങ്കൽ തുകയായ 13.78 ലക്ഷം രൂപയുടെ 80% 11 ലക്ഷം രൂപ ധനസഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ വയനാട്, ഇടുക്കി എന്നീ ജില്ലകളിൽ നടപ്പിലാക്കുന്നു. തീരദേശത്തെയും കയർ മേഖലകളിലെയും തൊഴിലാളികളുടെ സാമൂഹ്യ സാമ്പത്തിക ഭദ്രത അത് ഉറപ്പുവരുത്തുന്നതിന് 64.50 ലക്ഷം രൂപ വകയിരുത്തി ക്ഷീരതീരം പദ്ധതി 2023-24 സാമ്പത്തിക വർഷം മുതൽ ആരംഭിച്ചു. 60% ധനസഹായം അനുവദിക്കുന്ന ഈ പദ്ധതിയിൽ പശുവും കാലിത്തൊഴുത്തും ഡയറി ഫാമിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, കാലിത്തീറ്റ ഇൻഷുറൻസ്, അതുപോലെ തീറ്റപ്പുൽ കൃഷി തുടങ്ങിയ മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ടുള്ള വിവിധ ഘടക പദ്ധതികൾക്കായി സബ്സിഡി അനുവദിക്കുന്നു. ക്ഷീര കർഷകർക്ക് സംരംഭകർക്കായി 2 പശു ഡയറി യൂണിറ്റ്, 5 പശു ഡയറി യൂണിറ്റ്, 10 പശു ഡയറി യൂണിറ്റ്, 20 പശു ഡയറി യൂണിറ്റ് എന്നിങ്ങനെ 33% സബ്സിഡി അനുവദിച്ചുകൊണ്ട് ക്ഷീരം മേഖലയ്ക്ക് പുതുതായി കടന്നു വരുന്നവരെ, നിലവിൽ ക്ഷീരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയും സഹായിക്കുന്നതിനായി പ്രത്യേക ഘടക പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡയറി യൂണിറ്റുകൾ അനുവദിച്ച് ക്ഷീര വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്നു. 40 വയസ്സിന് താഴെയുള്ളവരും 50 സെൻറ്റിൽ തീറ്റപ്പുൽ നടപ്പിലാക്കുവാൻ സ്ഥല സൗകര്യമുള്ളവരും 10 പശുക്കളെ വളർത്തുന്നതിന് ആവശ്യമായ ഭൗതിക സാഹചര്യമുള്ളവരും ശാസ്ത്രീയമായ കാലിത്തൊഴുത്തും ആധുനിക പശു പരിപാലനത്തിന് ആവശ്യമായ സൗകര്യമുള്ളവർക്കും മുൻഗണന നൽകിക്കൊണ്ട് യുവ സംരംഭകർക്കായി സ്മാർട്ട് ഡയറി ഫാം പദ്ധതി 2023-24 സാമ്പത്തിക വർഷം വകുപ്പ് നടപ്പിലാക്കുന്നു. 40% ധനസഹായത്തോടു കൂടിയുള്ള ഈ പദ്ധതിക്കായി 23.20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ശ്രീ M. മണി. സാർ, കന്നുകാലികൾക്ക് മരച്ചീനിയുടെ ഇലയും തണ്ടും തീറ്റയായി നൽകിയത് മൂലം ഇടുക്കി ജില്ലയെ തൊടുപുഴയ്ക്കടുത്ത് ഒരു കുട്ടി കർഷകൻ്റെ 13 പശുക്കൾ മരണപ്പെടുകയുണ്ടായി. ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടി വിശദീകരിക്കാമോ? മിനിസ്റ്റർ. സർ, കഴിഞ്ഞ 31-ാം തീയതി ന്യൂ ഇയർ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പാണ് കേരളത്തിൽ ഒരു കുട്ടി കർഷകൻ 2021 ഏറ്റവും നല്ല കുട്ടി കർഷകനായിട്ട് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മാത്യു ബെന്നി എന്ന ആ കുട്ടി കർഷകൻ്റെ വീട്ടിൽ 13 പശുക്കൾ വളരെ പെട്ടെന്നാണ് അത് മരണപ്പെട്ട ഒരവസ്ഥയുണ്ടായത്. യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഒരു പശുവിൻ്റെ ഒരു ദുരന്തം നമുക്ക് വളരെ പെട്ടെന്ന് കേൾക്കുവാൻ ഇടവന്നത്. ആ കുട്ടി കർഷകൻ ഏകദേശം 22 പശുക്കൾ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നു. 2021 അവാർഡ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. അങ്ങനെയാണ് കുട്ടി കർഷകൻ വളരെ പെട്ടെന്ന് ആവശ്യപ്പെട്ട് എനിക്കൊരു തൊഴുത്ത് വേണമെന്ന്. ആ തൊഴുത്ത് ഞങ്ങൾ ആദ്യം 1.5 ലക്ഷം രൂപ ചെലവഴിച്ച് മിൽമയുടെ സഹായത്തോടു കൂടി അടിയന്തരമായിട്ട് ഞങ്ങൾ അവിടെ ചെയ്തു കൊടുത്തു. നല്ലതുപോലെ പുൽകൃഷി വളർത്തുവാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുത്തു. 1 ഹെക്ടറിൽ ചെയ്തപ്പോൾ 12,000 രൂപ സബ്സിഡി ഉൾപ്പെടെ കൊടുത്തു. അതുപോലെ നമ്മുടെ ചെറിയ ചെറിയ പശുക്കളെ എടുക്കുവാനുള്ള, അവർക്ക് വേണ്ടുന്ന പുല്ല് കൊടുക്കുവാനുള്ള സാമ്പത്തിക സഹായങ്ങൾ, പുതിയ പശുക്കളെ കൊടുക്കുവാനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ആ കുട്ടി കർഷകന് ചെയ്തു കൊടുത്തു. എന്നാൽ കഴിഞ്ഞ 31-ന് ന്യൂ ഇയർ പ്രോഗ്രാമിന് തൊട്ട് മുമ്പുള്ള ആ സമയത്താണ് ഈ വിവരം അറിയുകയും വളരെ പെട്ടെന്ന് കുട്ടി കർഷകനുമായി ബന്ധപ്പെടുകയും 5 ഡോക്ടർമാരുടെ സേവനം ആ രാത്രിയിൽ തന്നെ കുട്ടി കർഷകൻ്റെ വീട്ടിൽ കൊടുക്കുകയും
ഒക്കെ നമ്മൾ ചെയ്തു. നമുക്കറിയാം, അതുകൊണ്ട് മാത്രം 9 പശുക്കളെ അവിടെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. വളരെ അടിയന്തരമായി എന്താണ് ഭക്ഷണം കൊടുത്തതെന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ മറുമരുന്ന് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 9 പശുക്കളെ രക്ഷപ്പെടുത്തി. ബാക്കി 13 പശുക്കളാണ് അവിടെ മരണപ്പെട്ടത്. നമുക്കറിയാം എന്താണ് ആ കുട്ടി കർഷകൻ ആ പശുക്കൾക്ക് കൊടുത്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കപ്പയുടെ തൊലി പൊളിച്ചെടുത്ത് ആ കപ്പയുടെ തൊലിക്കകത്ത് സൈനൈഡ് എന്ന വിഷാംശം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും നമ്മുടെ കന്നുകാലികൾക്ക് ഇത്തരത്തിലുള്ള തീറ്റ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. അത് കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം രൂക്ഷമായി ഈ 13 പശുക്കൾ ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞു മരിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. അതുകൊണ്ട് ആ കുട്ടി കർഷകൻ്റെ വീട്ടിൽ പിറ്റേന്ന് തന്നെ എത്തുവാനും ആ കർഷകനെ ആശ്വസിപ്പിക്കുവാനും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുവാനും അച്ഛനില്ലാത്തൊരു കുടുംബമാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ 5 പശുക്കളെ കൊടുക്കാമെന്നുള്ള വാഗ്ദാനം, മിൽമയുടെ ഒരു പശുവിന് 15,000 രൂപ വെച്ച് 45,000 രൂപയുടെ ചെക്കും, അതോടൊപ്പം തന്നെ ഒരു മാസത്തെ നമ്മുടെ കേരള ഫീഡ്സിൻ്റെ കാലിത്തീറ്റ ഉൾപ്പെടെ സൗജന്യമായി കൊടുക്കുവാൻ ഇപ്പം IVA ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ പാൽ കറക്കുന്ന യന്ത്രം ഉൾപ്പെടെ കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്ക് ഞങ്ങൾ വന്നത്. അതെല്ലാം സമയബന്ധിതമായി ഒരാഴ്ചയ്ക്കകം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി HF ഇനത്തിൽപ്പെട്ട ഏറ്റവും നല്ല പശുക്കൾ കേരളത്തിലെ 15 ലിറ്ററും 20 ലിറ്ററും പാല് തരുന്ന 5 ഗർഭിണി പശുക്കളെയാണ് ഞങ്ങളവിടെ കൊടുത്തത്. അതിനെല്ലാം ഇൻഷുറൻസ് ഉൾപ്പെടെ ഏർപ്പെടുത്തി കൊടുത്തു. ഇനി എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പിലാണ് ഗവൺമെൻറ് അടിയന്തരമായിട്ട് അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ആ കർഷകൻ്റെ പ്രശ്നത്തെ പരിഹാരമുണ്ടാക്കിയത് എന്നുള്ളത് ഞാനിവിടെ അറിയിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഉൽപാദനക്ഷമതയുള്ള പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിച്ചതെന്നൊന്ന് വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. നമ്മൾ ഇന്ന് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ ഗോകുൽ മിഷൻ, അതിൻ്റെ കീഴിൽ ABIPSS എന്ന് പറയുന്ന സെക്സ് സോർട്ടഡ് പദ്ധതി നമ്മളിന്ന് കേരളത്തിൽ കൊണ്ടുവരുന്നുണ്ട്. കേരളത്തിലെ നമുക്കറിയാം ഇന്ന് പശുക്കൾ 95% സങ്കരയിനം പശുക്കളാണ്. ആ സങ്കരയിനം പശുക്കളെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് നമുക്കറിയാം KLDB എന്ന് പറഞ്ഞ നമ്മുടെ KLDB ബോർഡാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ബീജം കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് സങ്കരയിനം പശുക്കളുടെ ഈ ബീജം നമ്മുടെ ക്ഷീര കർഷകർക്ക് അവരുടെ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വിതരണം ചെയ്യുന്നത്. 10 ലിറ്ററിന് മേൽ പാല് തരുന്ന പശുക്കളാണ് സങ്കരയിനം പശുക്കൾ. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഒന്നുകൂടി ചെയ്യുന്നത് സെക്സ് സോർട്ടഡ് സെമൻ ഇന്ന് കേരളത്തിൽ കൊടുക്കാൻ തുടങ്ങി. അത് തിരുവനന്തപുരത്തും കൊല്ലത്തും പ്രാവർത്തികമാക്കി ഞങ്ങളിപ്പോൾ വരികയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പശു പ്രസവിച്ചാൽ കർഷകന് ഏറ്റവും അടിയന്തരം വേണ്ടുന്നത് പശുവിനെ തന്നെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 1 വർഷം കഴിഞ്ഞ് പുതിയൊരു പശുവിനെ കൂടെ വരികയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സെക്സ് സോർട്ടഡ് സെമനാണ് ഇപ്പോൾ കേരളത്തിൽ കൊടുക്കുന്നത്. പശു തന്നെ പിറവിയെടുക്കും. അതിൻ്റെ ഏറ്റവും ഉദാഹരണം കേരള യൂണിവേഴ്സിറ്റിയിൽ 60ഓളം പശുക്കളിൽ ഞങ്ങളിത് കുത്തിവെച്ച് കഴിഞ്ഞപ്പോൾ ഈ ബീജം കൊടുത്തു കഴിഞ്ഞപ്പോൾ 40-ലധികം പശുക്കൾ ഇന്ന് പശുക്കളായിട്ട് തന്നെ പിറക്കുന്ന അവസ്ഥയുണ്ടായി. അത് കൂടുതൽ ക്ഷീര കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള പുതിയ നൂതനങ്ങളായിട്ടുള്ള പദ്ധതി കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കുവാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. ശ്രീ കെ ബാബു നെന്മാറ. സർ, പാല് ഉൽപാദനത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചും പാല് അനുബന്ധ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചും വരുമാനവും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് ക്ഷീര കർഷകർക്കും ക്ഷീരസംഘങ്ങൾക്കും ഏറെ ആശ്വാസകരമായ നിരവധി നടപടികളുമായി മുന്നോട്ട് പോകുന്ന വകുപ്പിനെയും മന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. സർ, എൻ്റെ ചോദ്യം ഇതാണ്. ഈ വർഷം ക്ഷീര സാന്ത്വന ഇൻഷുറൻസ് പരിരക്ഷ എന്ന പദ്ധതി നടപ്പിലാക്കുന്നുണ്ടോ? ആയത് വിശദമാക്കാമോ എന്നതാണ് എൻ്റെ ചോദ്യം. ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ ക്ഷീരവികസന വകുപ്പ്, മിൽമ, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവർ സംയുക്തമായിട്ടാണ് ഈ പദ്ധതി ഇന്ന് നടപ്പിലാക്കുന്നത്. കർഷകരും ക്ഷീരസംഘം ജീവനക്കാർ, അവരുടെ ജീവിത പങ്കാളി, 25 വയസ്സിന് താഴെയുള്ള മാതാപിതാക്കളുടെ പരിരക്ഷയിൽ കഴിയുന്ന അവിവാഹിതരായിട്ടുള്ള ജോലി ലഭിക്കാത്തതായ കുട്ടികൾ എന്നിവർക്കാണ് ഈ ക്ഷീര സ്വാതന്ത്ര്യം പദ്ധതി ലഭ്യമാക്കുന്നത്. നമുക്കറിയാം, ഒരു അപകടം ഉണ്ടായാൽ ഒരു ക്ഷീര കർഷകന് 7 ലക്ഷം രൂപ വരെ അപകടം മരണത്തിന് കൊടുക്കുന്ന തരത്തിലേക്കാണ് ഈ പദ്ധതി, ഈ ഇൻഷുറൻസ് നമ്മൾ കൊണ്ടുവരുന്നത്. 1 ലക്ഷം രൂപ വരെ അവർക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ആക്സിഡൻ്റ് ഒക്കെ ഉൾപ്പെടെ ഉണ്ടായി വരുമ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും അസുഖം, ഗുരുതരമായ രോഗം ബാധിച്ച് ആശുപത്രിയിൽ കിടന്നാൽ 1 ലക്ഷം രൂപ വരെ ഈ പദ്ധതി വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്.
അതുപോലെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനായി വകുപ്പിൽ നിന്ന് 50 ലക്ഷം രൂപ, അതോടൊപ്പം തന്നെ 3 കോടി രൂപ കേരള ഡയറി ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. 1 കോടി രൂപ മിൽമയിൽ നിന്നും വകയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഇൻഷുറൻസ് പരിരക്ഷ കേരളത്തിൽ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ എ രാജ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ എം രാജഗോപാൽ. സർ, ക്ഷീരകർഷകരുടേതെന്നല്ല ഒരു കർഷകൻ്റെയും സാമ്പത്തിക സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് എന്തെങ്കിലും പാക്കേജോ പദ്ധതികളോ കേന്ദ്ര സർക്കാരിൽ നിന്നും ഇനി പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് ഇന്നലെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച കോർപ്പറേറ്റ് അനുകൂല കർഷകദ്രോഹ ബജറ്റിലൂടെ മോഡി ഗവൺമെൻറ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നത്. സർ, ഈ സാഹചര്യം കൂടി കണക്കിലെടുത്ത് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷീരകർഷകർക്കുള്ള പലിശരഹിത വായ്പാ പദ്ധതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്നുണ്ടോ? വിശദമാക്കാം. മിനിസ്റ്റർ. സാർ, ഇപ്പം നമുക്ക് പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഈ 1 വർഷം കൊണ്ട് പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ഞങ്ങളുടെ വകുപ്പിൻ്റെ കീഴിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ വിളിച്ചു ചേർത്ത്, വിവിധ വകുപ്പുകളെ ഞങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് കൂടുതൽ സബ്സിഡിയോടുകൂടി തീറ്റ കൊടുക്കുവാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്തത് പലിശരഹിതമായിട്ടുള്ള, പലിശയില്ലാത്ത ലോണുകൾ പശുക്കളെ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പശുക്കളെ സാധാരണക്കാർക്ക് മേടിക്കുവാനും ആ പശുക്കളെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ അവരുടെ പലിശ ഗവൺമെൻറ് കൊടുക്കത്തക്ക നിലയിലുള്ള പദ്ധതികളാണ് ഈ തവണ ഞങ്ങൾ കൊണ്ടുവരുന്നത്. അതുപോലെ ഇന്ന് നമുക്കറിയാം, ഇന്ന് പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ കേരളത്തിൽ 13 ലക്ഷം കന്നുകാലികളാണ് കേരളത്തിലുള്ളത്. അതിൽ 6,50,000 പശുക്കളും കറവയുള്ള പശുക്കളാണ്. അപ്പോൾ ആ കറവയുള്ള പശുക്കളിൽ നിന്ന് ഓരോ ലിറ്റർ പാല് മാത്രം അധികം നമുക്ക് എങ്ങനെ സംഭരിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഈ പദ്ധതി, ഈ സബ്സിഡി ഉൾപ്പെടെ തീറ്റയിൽ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ആലോചിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 1 വർഷത്തിനകം പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാനുള്ള വലിയ ലക്ഷ്യത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കേരളത്തിൽ ഏറ്റവും നല്ല പാല് കൊടുക്കുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് മൃഗസംരക്ഷണ വകുപ്പ് ഇന്ത്യയിൽ നമ്മുടെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല പാല് കേരളത്തിലെ മലബാർ മേഖലയിലെ പാലാണ് എന്ന് നമുക്കൊരു അംഗീകാരവും ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ആ നിലയ്ക്കാണ് ഈ ക്ഷീര മേഖല ഇന്ന് മുന്നോട്ട് പോകുന്നത്. നിരവധി പദ്ധതികൾ ഈ മേഖലയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ക്ഷീര കർഷകരെ സഹായിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ മിൽമയുടെ 85% ലാഭവും കൊടുക്കുന്നത് നമ്മുടെ ക്ഷീര കർഷകർക്കാണ്. ഈ സാമ്പത്തിക വർഷം 33 കോടി രൂപയാണ് മലബാർ മേഖല കൊടുത്തിരിക്കുന്നത്. അത് 9 കോടി ഇപ്പം തന്നെ കൊടുക്കുന്നു. പാലിൽ 1 ലിറ്റർ പാലിന് 5 രൂപ കർഷകനും 2 രൂപ ക്ഷീരസംഘത്തിനുമാണ് അവർ ഇപ്പോൾ 2 മാസത്തേക്ക് കൊടുക്കാൻ പോകുന്നത്. എറണാകുളം മേഖലയും അതേ നിലയ്ക്ക് 12 കോടി രൂപ ഇപ്പം ക്ഷീര മേഖലകളിലെ ഈ ക്ഷീര കർഷകരെ സഹായിക്കാൻ കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരം മേഖല അതേപോലെ 3.5 ലിറ്റർ 3 രൂപ 50 പൈസ 37 കോടി രൂപ അവരും ഇപ്പോൾ കൊടുക്കുന്നു. 3 രൂപ കർഷകൻ 1 ലിറ്റർ പാലിനും 50 പൈസ സംഘത്തിനും കൊടുക്കുകയാണ്. ഇതെല്ലാം വരുന്നത് നമ്മുടെ ഈ കേരളത്തിലെ ക്ഷീര കർഷകരെ സഹായിക്കുവാൻ മിൽമ ഉൾപ്പെടെ ഇന്ന് രംഗത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. സാർ, ക്ഷീരവികസന മേഖലയിൽ വനിതകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും എന്തെല്ലാം സഹായങ്ങളാണ് നൽകുന്നതെന്ന് വ്യക്തമാക്കുമോ? യെസ് മിനിസ്റ്റർ. ക്ഷീരവികസന വകുപ്പിൻ്റെ എല്ലാ പദ്ധതികൾക്കും വനിതകൾക്കൊരു മുൻഗണന നൽകിക്കൊണ്ടാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. വകുപ്പ് വനിതകളുടെ സർവേ നടത്തിയപ്പോൾ 36% സ്ത്രീകൾ ഈ മേഖലയിൽ വിവിധ തലങ്ങളിലായി പ്രവർത്തിച്ചു വരുന്നതായി കണക്കാക്കുന്നു. ഈ മേഖലയിൽ ചെലവഴിക്കുന്ന ഫണ്ടിൻ്റെ സിംഹഭാവവും വനിതകളുടെ ഉന്നമനത്തിനായാണ് നമ്മൾ വിനിയോഗിക്കുന്നത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഇതുകൂടാതെ വനിതാ ഗ്രൂപ്പുകൾക്കായി തീറ്റപ്പുൽ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തീറ്റപ്പുൽ കൃഷി, തീറ്റപ്പുൽ സംഭരണം, അതുപോലെ വിപണനം ഇതൊക്കെ നടപ്പിലാക്കി വരുന്നു. വകുപ്പിൻ്റെ പദ്ധതികൾ കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വനിതകൾക്കായി കറവ പശു വാങ്ങൽ, കാലിത്തീറ്റ സബ്സിഡി, മിൽക്ക് ഇൻസെൻറ്റീവ്, ബയോഗ്യാസ് പ്ലാന്റ്, കാലിത്തൊഴുത്ത് നിർമ്മാണം മുതലായവയും നടപ്പിലാക്കി വരുന്നു. അതുപോലെ വനിതാ ക്ഷീരശ്രീ JLG ഗ്രൂപ്പുകൾ രൂപീകരിച്ച് ക്ഷീര മേഖലകളിൽ പശു വളർത്തൽ, പുൽകൃഷി തുടങ്ങിയ പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട്. സർ, കേരളത്തിൽ മിൽമ സംഭരിക്കുന്ന പാല് 14 ലക്ഷം ലിറ്ററിൽ അതിൽ വയനാട് ജില്ലയിൽ നിന്ന് സംഭരിക്കുന്നത് 2.5 ലക്ഷം ലിറ്ററാണ് സർ. സർ, ഈ ക്വാളിറ്റി നിശ്ചയിക്കുന്നതായ ടെസ്റ്റ് MBRT ടെസ്റ്റാണ്, മെത്തലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. ഇത് ഏറ്റവും ക്വാളിറ്റിയുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇന്ത്യയിൽ തന്നെ അത് വയനാട് ജില്ലയാണ് സർ. അണുജീവികൾ ഏറ്റവും കുറവുള്ളതായിരിക്കുന്ന പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് വയനാട്. സർ, എൻ്റെ ചോദ്യം,
ക്ഷീരഗ്രാമം പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഈ വയനാട് ജില്ലയ്ക്ക് ഒരൊറ്റ പഞ്ചായത്തിനെയാണ് നൽകിയത്. നേരത്തെ 1 കോടി രൂപയുണ്ടായിരുന്നു, ഇപ്പം 50 ലക്ഷമാണ്. ഈ 50 ലക്ഷത്തിന്റെ നിബന്ധന കാരണം ഇംപ്ലിമെന്റ് ചെയ്തതായിരിക്കുന്ന മീനങ്ങാടി പഞ്ചായത്തിന്റെ പകുതി തുകയും സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ടി വന്നു. സർ, എൻ്റെ ചോദ്യം ഇതാണ്. ഒന്ന്, ക്ഷീരഗ്രാമം പദ്ധതിയുടെ ക്ഷീരഗ്രാമം പദ്ധതിയുടെ നിബന്ധനകൾ കർഷകർക്ക് സൗകര്യപ്രദമായ രീതിയിൽ വീണ്ടും പുനഃക്രമീകരിക്കാനും വയനാട് ജില്ലയെ സമ്പൂർണ്ണ ക്ഷീരഗ്രാമം നടപ്പിലാക്കുന്ന ജില്ലയാക്കി മാറ്റാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുമോ? ഒരു പഞ്ചായത്ത് നടപ്പിലാക്കിയത് ഒരു വലിയ അനീതിയാണ് സർ, അതോടെ ചൂണ്ടിക്കാണിക്കും. സർ, നമുക്ക് ഏറ്റവും കൂടുതൽ പാല് തരുന്ന ഒരു ജില്ല പാലക്കാട് ജില്ലയാണ്. ആ പാലക്കാടാണ് ഏകദേശം 2.5 ലക്ഷത്തോളം ലിറ്റർ പാല് നമുക്ക് കിട്ടുന്നത്. 2 ലക്ഷം ലിറ്റർ പാലാണ് നമ്മുടെ വയനാട് നിന്ന് നമുക്ക് ഒരു ദിവസം കിട്ടുന്നത്. 2 ലക്ഷം. ഞാൻ ഇപ്പോൾ പോയി അതിൻ്റെ കണക്ക് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം ഈ ക്ഷീരഗ്രാമം പദ്ധതി കേരളത്തിൽ എല്ലായിടവും നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഒരു വർഷം 25 ക്ഷീരഗ്രാമം വെച്ചേ എടുത്തിരുന്നുള്ളൂ. ആ 20 ക്ഷീരഗ്രാമം വെച്ചെടുക്കുന്നതുകൊണ്ട് അന്ന് നമ്മൾ 50 ലക്ഷം രൂപ നമ്മൾ വകുപ്പ് കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുമായിരുന്നു. ബാക്കി 50 ലക്ഷം രൂപ ഗുണഭോക്തൃ വിഹിതമായിട്ട് ആ പഞ്ചായത്തിൻ്റെ സെലക്ട് ചെയ്യുന്ന ക്ഷീരകർഷകരിൽ നിന്നായിരുന്നു കളക്ട് ചെയ്ത് 1 കോടി രൂപയുടെ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പഞ്ചായത്തിൻ്റെ ഒരു 70 പശുക്കളെങ്കിലും മിനിമം നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കും. തൊഴുത്തുകൾ നിർമ്മിക്കാം, പുൽകൃഷി നടപ്പിലാക്കാം, വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ ക്ഷീരഗ്രാമം പദ്ധതി എടുക്കുന്ന പഞ്ചായത്തുകൾ നമുക്ക് ചെയ്യാം. ഇത്തവണ ഞങ്ങൾ അതിലൊരു മാറ്റം വരുത്തി കൂടുതൽ പഞ്ചായത്തുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തുകളുടെ ഒരു ഫണ്ട് കൂടി ഞങ്ങൾ ഇങ്ങോട്ട് സ്വരൂപിക്കാൻ തീരുമാനിച്ചു. നമ്മൾ 25 ലക്ഷം രൂപ കൊടുത്താൽ 25 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തും കൂടെ ഷെയർ ചെയ്ത് തന്നാൽ ആ 50 ലക്ഷത്തിൻ്റെ പദ്ധതി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഗുണഭോക്തൃ വിഹിതവും കൂടെ ആകുമ്പം 1 കോടി രൂപയുടെ ചെയ്യും. അതുകൊണ്ടാണ് ഇത്തവണ 50 പഞ്ചായത്ത് എടുത്തിട്ടുണ്ട്. ആ പഞ്ചായത്തിൻ്റെ ഒരു വിഹിതവും കൂടെ ഞങ്ങൾക്ക് തന്നാൽ തീർച്ചയായിട്ടും എത്ര വേണമെങ്കിലും നമുക്ക് തരുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ഞാൻ പറയുകയാണ്.